ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു ചൈനീസ് ഇൻവെസ്റ്റിഗേഷൻ സിനിമ കാണാൻ പോകുകയാണ്. ഒരു ഭീകരമായ കൊലപാതകം നടക്കുന്നു. ഒരു പോലീസ് ഡിറ്റക്റ്റീവ് അത് അന്വേഷിക്കുന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ആ കൊലയാളിയെ കണ്ടെത്താൻ അയാൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് അയാൾക്ക് വളരെ വിഷമം വരികയും ആ ജോലി ഉപേക്ഷിച്ച് ഇപ്പോൾ ഒരു സെക്യൂരിറ്റി ജോലി ചെയ്യുകയുമാണ്. അങ്ങനെ 5 വർഷങ്ങൾ കടന്നുപോകുന്നു. വീണ്ടും ഒരു കൊലപാതകം നടക്കുന്നു. 5 വർഷം മുമ്പ് നടന്ന അതേ കൊലപാതകം പോലെയാണ് ഇത്. അതിനാൽ എങ്ങനെയെങ്കിലും ഈ കൊലയാളിയെ കണ്ടെത്താൻ അയാൾ വീണ്ടും അന്വേഷണം ആരംഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ കൊലപാതകങ്ങൾക്ക് കാരണക്കാരനായ കൊലയാളിയെ ഈ പോലീസ് ഡിറ്റക്റ്റീവ് കണ്ടെത്തിയോ ഇല്ലയോ എന്നതാണ് ഈ സിനിമയുടെ പൂർണ്ണമായ കഥ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫിലിം ടെല്ലർ. മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് നമ്മൾ ബ്ലാക്ക് ഹോൾ തിൻ ഐസ് എന്ന ഒരു ചൈനീസ് ക്രൈം ത്രില്ലർ സിനിമയാണ് കാണാൻ പോകുന്നത്. 1999-ൽ ഒരു ട്രക്ക് കൽക്കരി കൊണ്ടുവരുന്നു. ആ കൽക്കരിക്കിടയിൽ ഒരു കെട്ടുപോലെ എന്തോ ഒന്ന് കിടക്കുന്നുണ്ട്. ആ ട്രക്ക് കൽക്കരി എത്തിക്കേണ്ട സ്ഥലത്ത് കൊട്ടിയ ശേഷം ഒരു വലിയ യന്ത്രം കൈപോലെ വന്ന് കൽക്കരി വാരി ഒരു കൺവെയർ ബെൽറ്റിലിടുന്നു. അതങ്ങനെ ഫാക്ടറിക്കുള്ളിലേക്ക് പോകുന്നു. ഇങ്ങനെ കൽക്കരിക്കൊപ്പം ആ കെട്ടും പോകുന്നു. അവിടെ ജോലി ചെയ്യുന്നവർ ഇത് കണ്ട് എന്താണെന്ന് പരിശോധിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ കൈ മാത്രമാണ് അവർക്ക് കാണാൻ കഴിയുന്നത്. ഇത് കണ്ടവർ ഞെട്ടി പോലീസിനെ വിളിക്കുന്നു. കാര്യമറിഞ്ഞൊരു ഡിറ്റക്റ്റീവ് വരുന്നു. ഇദ്ദേഹത്തിന്റെ പേര് ജാങ്. അദ്ദേഹവും അന്വേഷണം ആരംഭിക്കുന്നു. ഈ കൽക്കരിയെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? സർ, നമ്മുടെ നാട്ടിലേക്ക് വലിയ ട്രെയിനുകളിലല്ലേ വരുന്നത്. ട്രെയിനിൽ നിന്ന് കൽക്കരി ട്രക്കിൽ കയറ്റി ഫാക്ടറിയിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ആ ട്രക്കിൽ നിന്നാണ് ഈ കൈ കിട്ടിയത്. ഉടൻ ഡിറ്റക്റ്റീവ് പറയുന്നു, ഒരു കൈ മാത്രം വച്ച് നമ്മൾ എന്തു ചെയ്യാനാണ്? മറ്റ് ശരീരഭാഗങ്ങൾ വല്ലതും കിട്ടിയോ എന്ന് നോക്കിയായിരുന്നോ? ഈ ഫാക്ടറിയിലേക്ക് ഒരു കൈ മാത്രമാണ് വന്നിട്ടുള്ളത്. മറ്റൊരു ഫാക്ടറിയിലേക്ക് കാൽ പോയിട്ടുണ്ട്. പക്ഷെ മുഖം കിട്ടിയില്ല. എന്നാൽ മുഖം കണ്ടാലല്ലേ അത് ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയൂ. എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ ഡിറ്റക്റ്റീവ് ആശയക്കുഴപ്പത്തിലായിരിക്കുമ്പോൾ ആ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഒരാൾ, സർ ഇവിടെ വരൂ എന്ന് വിളിച്ചു പറയുന്നു. കാരണം ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട്. ഒരു ID കാർഡും കീറിപ്പറഞ്ഞ രക്തക്കറയുള്ള ഒരു തുണിയും. അപ്പോൾ മരിച്ച വ്യക്തി ID കാർഡിലുള്ള ആളായിരിക്കണമെന്ന് കരുതി പരിശോധിക്കുമ്പോൾ ആ വ്യക്തിയുടെ പേര് ലിയാങ് എന്ന് മനസ്സിലാക്കുന്നു. ലിയാങ് എന്നയാൾ മരിച്ചുപോയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ശരീരം കഷണങ്ങളാക്കി പല ഫാക്ടറികളിലേക്ക് അയച്ചിരിക്കുകയാണ്. അതിനാൽ ഇത് ചെയ്ത കൊലയാളിയെ നമ്മൾ കണ്ടെത്തണമെന്ന് ഡിറ്റക്റ്റീവും അന്വേഷണത്തിനിറങ്ങുന്നു. നമ്മുടെ ഡിറ്റക്റ്റീവിന്റെ സുഹൃത്ത് വാങ് എന്നു പേരുള്ള ഒരാൾ മരിച്ച ലിയാങ്ങിന്റെ ഭാര്യയെ കാണാൻ പോകുന്നു. ലിയാങ്ങിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നോ, ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നെല്ലാം ചോദിച്ചറിയാമെന്ന് കരുതി ചെന്നപ്പോൾ ആ ഭാര്യ കരയുകയാണ്. അതിനാൽ ഇപ്പോൾ നമുക്ക് ഒന്നും ചോദിച്ചറിയാൻ കഴിയില്ലെന്ന് കണ്ട് അവർ നേരെ ലിയാങ് ജോലി ചെയ്ത സ്ഥലത്തേക്ക് പോകുന്നു. യഥാർത്ഥത്തിൽ ലിയാങ് എവിടെയാണ് ജോലി ചെയ്തിരുന്നതെന്ന് വെച്ചാൽ കൽക്കരി ട്രക്കിൽ കയറ്റിയ ശേഷം വെയിറ്റ് പരിശോധിക്കുന്ന സ്ഥലത്താണ്. എന്തിനാണ് വെയിറ്റ് പരിശോധിക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെ വെയിറ്റ് പരിശോധിച്ച് നേരെ ഫാക്ടറിയിലേക്ക് പോകുമ്പോൾ അതേ ഭാരത്തിൽ തന്നെ ആയിരിക്കണം. കാരണം ഇടയിൽ വിറ്റഴിച്ചാലോ. അതുകൊണ്ട് വെയിറ്റ് പരിശോധിക്കുന്ന സ്ഥലത്താണ് അയാൾ ജോലി ചെയ്തിരുന്നത്. നമ്മുടെ ഡിറ്റക്റ്റീവ് പോയി അന്വേഷിക്കുമ്പോൾ, അയ്യോ, ലിയാങ്ങോ വളരെ നല്ല മനുഷ്യനായിരുന്നു. ഇവിടെ ആരോടും അവൻ വഴക്കുണ്ടാക്കിയിട്ടില്ല. വളരെ നല്ലവനായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. ശരിയെന്ന് കരുതി ലിയാങ്ങിന്റെ ലോക്കർ തുറന്നു നോക്കുമ്പോൾ ലിയാങ്ങിന്റെയും ഭാര്യയുടെയും ഒരു ഫോട്ടോ കാണുന്നു. ഇതിൽ നിന്ന് ലിയാങ്ങും ഭാര്യയും വളരെ അടുത്ത ബന്ധത്തിലായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഈ സ്ഥലത്ത് അവർക്ക് കിട്ടുന്ന സൂചന എന്താണെന്ന് വെച്ചാൽ ലിയാങ്ങിന്റെ ശരീരഭാഗങ്ങൾ ഒരു കൈയും ഒരു കാലും പല ഫാക്ടറികളിലേക്ക് പോയിട്ടുണ്ടല്ലോ. ഒരുപക്ഷേ ഈ കൊലപാതകം ട്രക്ക് ഓടിക്കുന്ന ഡ്രൈവർ ചെയ്തിരിക്കാം. പക്ഷേ ട്രക്ക് ഡ്രൈവർമാരെല്ലാം ഒരു ഫാക്ടറിയിലേക്കല്ലേ പോകൂ. എന്നാൽ ചില ട്രക്ക് ഡ്രൈവർമാർ ഒരു ദിവസം 2 or 3 ഫാക്ടറികളിലേക്ക് പോകാറുണ്ട്. അങ്ങനെ ഈ ഫാക്ടറിയിലേക്ക് പോയവർ ആരൊക്കെയാണെന്ന് നോക്കുമ്പോൾ 2 പേർ മാത്രമാണ്. ഒരു മണ്ടനും ഒരു തടിയനും. ഇവർ സഹോദരങ്ങളാണ്. ഇവർ 2 പേരുമാണ് ആ ഫാക്ടറിയിലേക്ക് സ്ഥിരമായി കൽക്കരി കൊണ്ടുപോയിരുന്നത്. നമ്മുടെ ഡിറ്റക്റ്റീവിന് അവരെക്കുറിച്ച് സംശയം തോന്നുകയും നേരെ അവരെ കാണാൻ പോകുകയും ചെയ്യുന്നു. കൂടെ തന്റെ ആളുകളെയും കൂട്ടുന്നു. ആ മണ്ടനും തടിയനും സലൂൺ കടയിൽ നിന്ന് തലമുടി വളരെ മോശമായി വെട്ടിവെച്ചിരിക്കുകയാണ്. നമ്മുടെ ഡിറ്റക്റ്റീവ് ഉള്ളിലേക്ക് കടക്കുന്നു. കണ്ടയുടൻ ഇവർ പേടിച്ചു ഓടുന്നു. പക്ഷേ ഡിറ്റക്റ്റീവും കൂട്ടരും അവരെ പിടികൂടുന്നു. ആ സ്ഥലത്ത് വെച്ച് തന്നെ ഇവർ 2 പേരെയും ചോദ്യം ചെയ്യാൻ ആരംഭിക്കുന്നു. സത്യം പറ, നിങ്ങൾ 2 പേരുമാണ് ഒരു പ്രത്യേക ഫാക്ടറിയിലേക്ക് കൽക്കരി എത്തിച്ചത്. ആ കൽക്കരിയിൽ എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിന് കാരണം നിങ്ങൾ തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ 2 പേർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ അവിടെയുണ്ടായിരുന്ന പോലീസ് ആ മണ്ടന്റെയും തടിയന്റെയും കോട്ട് കുടയുമ്പോൾ അതിൽ നിന്ന് ഒരു തോക്ക് താഴെ വീഴുന്നു.
ഉടൻ തന്നെ മണ്ടൻ ആ തോക്കെടുത്ത് പൊട്ടുമെന്ന് പറഞ്ഞ് ആ പോലീസുകാരനെ വെടിവെക്കുന്നു. കൂടെ മറ്റൊരു പോലീസുകാരനുണ്ട്, അയാളെയും വെടിവെക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ ഡിറ്റക്റ്റീവ് എന്തു ചെയ്യണമെന്നറിയാതെ തോക്കെടുത്ത് ആ മണ്ടനെ വെടിവെച്ച് കൊല്ലുന്നു. എന്നാൽ അടുത്തുണ്ടായിരുന്ന അവന്റെ സഹോദരൻ, അതായത് തടിയൻ, തോക്കെടുത്ത് നമ്മുടെ ഡിറ്റക്റ്റീവിനെ വെടിവെക്കാൻ വരുമ്പോൾ ഡിറ്റക്റ്റീവ് തിരിച്ചും വെടിവെക്കുന്നു. ആ തടിയൻ മരിക്കുന്നതിന് മുമ്പ് ഡിറ്റക്റ്റീവിനെയും വെടിവെക്കുന്നു. ഒരു ബുള്ളറ്റ് ഡിറ്റക്റ്റീവിന്റെ ശരീരത്തിൽ വെടിയേറ്റ് അദ്ദേഹത്തിന് മുറിവേൽക്കുന്നു. ഭാഗ്യവശാൽ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജീവൻ അപകടമൊന്നുമില്ല. എന്നാൽ ഡിറ്റക്റ്റീവിനൊപ്പം ജോലി ചെയ്ത രണ്ടുപേരും മരിച്ചുപോയിരുന്നു. കൂടാതെ ഡിറ്റക്റ്റീവിന് മറ്റൊരു കാര്യവും മനസ്സിലാകുന്നു. ആ മണ്ടനും തടിയനുമുണ്ടല്ലോ, അവർ യഥാർത്ഥത്തിൽ ലിയാങ്ങിനെ കൊന്നിട്ടില്ല. അവർ ട്രക്കിൽ കൽക്കരി കൊണ്ടുപോയത് മാത്രമാണ് ചെയ്തത്. എന്നാൽ അവർ രണ്ടുപേരും നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. പെട്ടെന്ന് പോലീസ് വന്നയുടൻ തങ്ങളെ പിടിക്കാൻ വന്നതാണെന്ന് ഭയന്ന് അവർ ഓടാൻ ശ്രമിച്ചു. ആ ഭയത്തിൽ അവർ വെടിവെക്കുകയും ഒടുവിൽ അവർ രണ്ടുപേരും മരിക്കുകയും ചെയ്തു. അതിനാൽ ഈ കേസ് ഇപ്പോഴും ഓപ്പണായി കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ ലിയാങ്ങിനെ കൊന്നത് ആരാണെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഡിറ്റക്റ്റീവിന്റെ മനസ്സിലും ഇതേ കാര്യങ്ങൾ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മരിച്ച ലിയാങ്ങിന്റെ ചിതാഭസ്മം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കൈമാറുന്നു. ആ ഭാര്യ ഒരു ലോണ്ടറി ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത്. അവർക്കത് കൊടുത്തയുടൻ അവർ എന്തു ചെയ്യുന്നു എന്ന് വെച്ചാൽ, കടയുടെ പുറത്തൊരു മരമുണ്ട്. ആ മരത്തിന്റെ ചുവട്ടിൽ തന്റെ ഭർത്താവിന്റെ ചിതാഭസ്മം കുഴിച്ചിടുന്നു. ഇത് കാണുന്ന നമ്മുടെ ഡിറ്റക്റ്റീവ് വളരെ സങ്കടപ്പെടുന്നു. തനിക്ക് ഈ കേസ് പരിഹരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത്. അയാൾ പിന്നീട് ഡിപ്രഷനായി ആ ജോലി ഉപേക്ഷിച്ച് മറ്റൊരു സെക്യൂരിറ്റി ഗാർഡ് ജോലിക്ക് പോകുന്നു. എന്നാൽ അവിടെയും കൃത്യമായി പോകാതെ മദ്യപിച്ച് ഒരു ഭ്രാന്തൻ ഭിക്ഷക്കാരനെ പോലെയായി മാറുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോകുന്നു. 5 വർഷം കഴിഞ്ഞ് 2004 ഒരു ദിവസം റോഡിൽ ഒരു പോലീസ് കാർ നിൽക്കുന്നു. അത് ഡിറ്റക്റ്റീവും കാണുന്നു. അതിനുള്ളിലുള്ളത് ഡിറ്റക്റ്റീവിന്റെ സുഹൃത്ത് വാങ് ആണ്. ഉടൻ തന്നെ കാറിനുള്ളിൽ കയറി, വാങ്, ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഈ ജോലി വേണ്ടെന്ന് പറഞ്ഞു പോയത് നീയാണ്, ഞാനല്ല. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഡിറ്റക്റ്റീവ്, നീ എന്താണ് ജോലി ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ വാങ് പറയുന്നു, അടുത്തിടെ ഒരു കൊലപാതകം നടന്നു. കൃത്യം അതേ കൊലപാതകം പോലെ 3 വർഷം മുമ്പ് ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. അങ്ങനെ മരിച്ച ആ രണ്ടുപേർക്കും എന്താണ് സാമ്യമെന്ന് നോക്കുമ്പോൾ അവർ രണ്ടുപേരും ഒരേ പെൺകുട്ടിയെ വളയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ പെൺകുട്ടിയുമായി ഡേറ്റിങ്ങിന് പോയിരുന്നു. അതിനുശേഷം അയാൾ മരിച്ചുപോയി. അതുകൊണ്ടാണ് ഞങ്ങൾ ആ പെൺകുട്ടിയെ പിന്തുടരാൻ വന്നത് എന്ന് വാങ് പറയുന്നു. നമ്മുടെ ഡിറ്റക്റ്റീവ്, ആ കൊലപാതകം എങ്ങനെയാണ് നടന്നത്? കുറച്ചുകൂടി വ്യക്തമായി പറയൂ എന്ന് ചോദിക്കുമ്പോൾ ആ രണ്ടുപേരുടെയും കൈകാലുകൾ വെവ്വേറെ വെട്ടി എല്ലാ ഭാഗങ്ങളും പല സ്ഥലങ്ങളിൽ ഇട്ടിരിക്കുകയാണ് എന്ന് വാങ് പറയുന്നു. ഇത് കേട്ടയുടൻ ഡിറ്റക്റ്റീവിന് ഒരു കാര്യം മനസ്സിലായി. ഇതുപോലെയാണ് 5 വർഷം മുമ്പ് ലിയാങ് എന്നൊരാളെ കൊന്നത്. അയാളുടെ കൈകാലുകളും വെവ്വേറെ വെട്ടി പല ഫാക്ടറികളിലേക്ക് അയച്ചിരുന്നു. ഒരുപക്ഷെ അതേ കൊലയാളി തന്നെയാകാം ഈ കൊലപാതകവും. അതിനാൽ ആ കൊലയാളിയെ കണ്ടെത്തണമെന്ന് 5 വർഷത്തിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഡിറ്റക്റ്റീവിനെ ഇൻട്രസ്റ്റ് ആകുന്നു. ശരി, ആ പെൺകുട്ടി ആരാണെന്ന് നോക്കണം. കാരണം ആ പെൺകുട്ടിയെ ആരെല്ലാമാണോ വളയ്ക്കാൻ ശ്രമിക്കുന്നത് അവരെയാണ് കൊലയാളി കൊല്ലുന്നത്. അപ്പോൾ ആ പെൺകുട്ടി ആരാണെന്ന് നോക്കുമ്പോൾ നമ്മുടെ ഡിറ്റക്റ്റീവ് ഞെട്ടുന്നു. ലിയാങ് എന്നു പേരുള്ള ഒരാൾ മരിച്ചുവല്ലോ, അയാളുടെ ഭാര്യയാണ് അത്. അപ്പോഴാണ് ഡിറ്റക്റ്റീവിന് വ്യക്തമാകുന്നത്, ആദ്യമായി മരിച്ച ആ ലിയാങ് ആരായിരുന്നു? ഈ പെൺകുട്ടിയുടെ ഭർത്താവ്. അയാളെ കൊന്നു. അടുത്തത് ഈ പെൺകുട്ടിയെ വളയ്ക്കാൻ വന്ന രണ്ടുപേരെയും കൊന്നു. അപ്പോൾ ആ കൊലയാളിക്കും ഈ പെൺകുട്ടിക്കും എന്തോ ഒരു ബന്ധമുണ്ടെന്ന് ഡിറ്റക്റ്റീവ് മനസ്സിലാക്കുന്നു. ആ പെൺകുട്ടിയുടെ പേര് ഊ. നമ്മുടെ ഡിറ്റക്റ്റീവ് തന്റെ സുഹൃത്ത് വാങ്ങിനോടൊന്നും പറയാതെ ഒറ്റയ്ക്ക് അന്വേഷണം നടത്തുന്നു. ഡിറ്റക്റ്റീവിന്റെ സുഹൃത്ത് വാങ്ങിന് ഒരു സ്ത്രീയെ അറിയാം. അവർ ഇൻഫോർമറാണ്. അവർക്കൊരു ജോലി കൊടുത്താൽ ജനങ്ങൾക്കിടയിൽ പോയി സംസാരിച്ച് നമുക്ക് വിവരമെത്തിക്കും. അപ്പോൾ ഈ പോലീസ് ഓഫീസർ വാങ് അവരോട് പറയുന്നു, ആ ഊ എന്ന പെൺകുട്ടിയെയാണ് ഞങ്ങൾ പിന്തുടരുന്നത്. ആ പെൺകുട്ടിയെ ആരെല്ലാമാണോ സ്നേഹിക്കാൻ ശ്രമിക്കുന്നത് അവർ നിഗൂഢമായ രീതിയിൽ മരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ പെൺകുട്ടിയെ മറ്റാരോ സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരുപക്ഷെ അതാ പെൺകുട്ടി ജോലി ചെയ്യുന്ന ലോണ്ടറി ഷോപ്പിന്റെ ഉടമയാകാം. അതിനാൽ അവർ രണ്ടുപേർക്കുമിടയിൽ എന്ത് ബന്ധമാണുള്ളത് എന്ന് നിങ്ങൾ കണ്ടെത്തണം എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീയും സമ്മതിക്കുന്നു. അങ്ങനെ വാങ് വളച്ചുകെട്ടി ഒരു പദ്ധതിയിടുമ്പോൾ ഇവിടെ നമ്മുടെ ഡിറ്റക്റ്റീവ് നേരെ ആ ലോണ്ടറി ഷോപ്പിലേക്ക് പോകുന്നു. തന്റെ ഒരു കോട്ട് വാഷ് ചെയ്യാൻ കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ ഡിറ്റക്റ്റീവ് ആ ഊവിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അയാൾക്ക് കഴിയുന്നില്ല. ശരിയെന്ന് പറഞ്ഞ് പുറത്തുവന്ന് കടയുടെ പുറത്ത് കാത്തിരിക്കാൻ തുടങ്ങുന്നു. രാത്രിയാകുന്നു. ജോലി കഴിഞ്ഞ് ഊ പോകുന്നത് ഇയാൾ പിന്തുടരുന്നു. അങ്ങനെ രാത്രിയിൽ ആരെങ്കിലും അവളുടെ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അങ്ങനെ ആരും വന്നില്ല. അടുത്ത ദിവസവും ഡിറ്റക്റ്റീവ് ലോണ്ടറി ഷോപ്പിലേക്ക് പോയി കഴുകാൻ കൊടുത്ത കോട്ട് വാങ്ങുന്നു. പക്ഷേ അയാൾക്ക് എങ്ങനെയും സംസാരിക്കണം. അതിനാൽ എന്തു ചെയ്യുന്നുവെന്ന് വെച്ചാൽ കോട്ട് വാങ്ങി പുറത്തുവന്ന് പല്ലുകൊണ്ട് ബട്ടൺ ഊരിയെടുത്ത്, ഇവിടെ നോക്കൂ, നിങ്ങൾ കഴുകിയപ്പോൾ ബട്ടൺ ഊരിപ്പോയെന്ന് തോന്നുന്നു.
അപ്പോൾ ആ ലോണ്ടറി ഷോപ്പിന്റെ ഉടമയായ ഒരാളുണ്ട്. വിഷമിക്കണ്ട, ഞാനത് തുന്നിത്തരാമെന്ന് പറഞ്ഞ് അയാൾ തുന്നാൻ തുടങ്ങുന്നു. അതുകൊണ്ട് നമ്മുടെ ഡിറ്റക്റ്റീവിന് കുറച്ച് സമയം കിട്ടുന്നു. ആ സമയത്ത് അയാൾ ആ ഉടമയോട് സംസാരിക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ കടയിൽ ഒരു പെൺകുട്ടി ജോലി ചെയ്യുന്നുണ്ടല്ലോ? അതെ, അവളുടെ പേര് അത് നിങ്ങളുടെ ഭാര്യയാണോ? അയ്യോ സാർ, എന്താ സാർ ഇത്? അവൾ കടയിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുന്നു, എന്നിട്ട് ഭാര്യയാണോ? ഇല്ല സാർ, വെറുതെ ചോദിച്ചതാണ്. അവൾ എന്തോ ഒരു വിഷാദത്തിലാണോ? ഓ അതോ. 5 വർഷം മുമ്പ് ഒരു വലിയ പണക്കാരന്റെ കോട്ട് കഴുകുമ്പോൾ ആ കോട്ട് കേടുവരുത്തി. അതുകൊണ്ട് ആ പണക്കാരൻ ഊവിനെ വെറുതെ ഉപദ്രവിച്ചു. ആ പെൺകുട്ടി പാവം നന്നായി ഭയന്നുപോയിരുന്നു. ഇത് പോരാത്തതിന് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഊയുടെ ഭർത്താവ് ലിയാങ്, അയാളും മരിച്ചു. അയാൾ മരിച്ചതിനുശേഷം ഈ പെൺകുട്ടി പാവം ആരോടും സംസാരിക്കാതെ ജോലിക്ക് വരും, വീട്ടിലേക്ക് പോകും, അത്രമാത്രം. ഒരുപാട് നേരം കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടരുത്. 5 മിനിറ്റിനുള്ളിൽ ബട്ടൺ തുന്നിത്തരാമെന്ന് ഉടമ പറഞ്ഞു തുന്നാൻ തുടങ്ങുന്നു. ഇവിടെ ആകട്ടെ വൃത്തിയാക്കുന്നതുപോലെ നമ്മുടെ ഡിറ്റക്റ്റീവിന്റെ അടുത്ത് വന്ന് ഒരു കടലാസ് കഷ്ണം കൊടുക്കുന്നു. ആ കടലാസിൽ എന്നെ പിന്തുടരരുത് എന്ന് എഴുതിയിരിക്കുന്നു. ഉടമയും സാർ തുന്നിക്കഴിഞ്ഞു നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആ കടലാസ് കഷ്ണം അയാൾ കാണുന്നതുപോലെ വരുന്നു. ഭാഗ്യവശാൽ ഡിറ്റക്റ്റീവ് ആ കടലാസ് കഷ്ണം എടുത്തു മാറ്റുന്നു. കോട്ടും വാങ്ങി പുറത്തു വരുന്നു. അങ്ങനെ നമ്മുടെ ഡിറ്റക്റ്റീവ് ആ പെൺകുട്ടിയെ പിന്തുടരുന്ന കാര്യം ആ പെൺകുട്ടിക്ക് തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. എന്നാൽ ഡിറ്റക്റ്റീവ് അവളെ പിന്തുടരുന്നത് നിർത്താതെ തുടരുന്നു. ആ സമയം നല്ല മഞ്ഞുവീഴ്ചയാണ്. റോഡ് മുഴുവൻ മഞ്ഞാണ്. സ്കൂട്ടറിലാണ് അയാൾ പിന്തുടരുന്നത്. പിന്നെ നടന്നും ആ പെൺകുട്ടിയെ പിന്തുടരുന്നു. ആ ലോണ്ടറി ഷോപ്പിൽ ജോലി ചെയ്ത് വീട്ടിലേക്ക് പോകുന്നതിനു മുമ്പ് എന്തെങ്കിലും തുണികൾ ഡെലിവറി ചെയ്യാനുണ്ടെങ്കിൽ അത് ഡെലിവറി ചെയ്ത ശേഷമാണ് പോകുന്നത്. അതുപോലെ ഒരു വീട്ടിൽ ഡെലിവറി ചെയ്ത ശേഷം അവൾ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുന്നു. ഇത് നമ്മുടെ ഡിറ്റക്റ്റീവ് കണ്ട ശേഷം വീണ്ടും തന്റെ സ്കൂട്ടർ എടുക്കാൻ പോകുമ്പോൾ ആ സ്കൂട്ടറിനടുത്ത് കാൽപ്പാടുകളുണ്ട്. അത് കണ്ടയുടൻ അയാൾക്ക് സംശയം തോന്നുന്നു. ചുറ്റും ആരെയും കാണുന്നില്ല. കൂടാതെ ഈ സ്കൂട്ടർ അയാൾ നിർത്തിയപ്പോൾ ഇവിടെ കാൽപ്പാടുകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഡിറ്റക്റ്റീവ് വീണ്ടും എടുക്കാൻ നോക്കുമ്പോൾ ഇവിടെ കാൽപ്പാടുകളുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മളെ ആരോ പിന്തുടരുന്നുണ്ട്. അത് തീർച്ചയായും ആ കൊലയാളി തന്നെയായിരിക്കണം. കാരണം ഈ ഊയിനെ ആരെല്ലാമാണോ പിന്തുടരുന്നത് അവരെയാണ് ആ കൊലയാളി കൊല്ലുന്നത്. അതിനാൽ ഇപ്പോൾ ഡിറ്റക്റ്റീവ് ആ പെൺകുട്ടിയെ വളയ്ക്കാൻ വേണ്ടിയാണ് പിന്തുടരുന്നത് എന്ന് ആ കൊലയാളി വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് ഡിറ്റക്റ്റീവിനെയാണ് കൊല്ലാൻ ശ്രമിക്കുന്നത്. അതാണ് നമ്മുടെ ഡിറ്റക്റ്റീവിനും വേണ്ടത്. കാരണം ആ കൊലയാളി കൊല്ലാൻ വരുമ്പോൾ അയാളെ പിടിക്കുക എന്നതാണ് ഡിറ്റക്റ്റീവിന്റെ പദ്ധതി. ഈ ഭാഗത്ത് ഡിറ്റക്റ്റീവിന്റെ സുഹൃത്തായ പോലീസ് ഓഫീസർ വാങ് ഉണ്ടല്ലോ, അയാൾക്ക് ആ ലോണ്ടറി ഷോപ്പിന്റെ ഉടമയെക്കുറിച്ചാണ് സംശയം. അതുകൊണ്ട് ആ ഉടമയെ പിന്തുടരാൻ തുടങ്ങുന്നു. ആ ഉടമ ഒരു ട്രക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ട്രക്കിനുള്ളിൽ നിന്ന് ഒരു പെൺകുട്ടി ഇറങ്ങുന്നു. ഉടൻ വാങ് ആ പെൺകുട്ടിയെ വളഞ്ഞുപിടിച്ച്, നീ ആ ട്രക്കിൽ നിന്നല്ലേ ഇറങ്ങി വരുന്നത്? ആ ട്രക്കിലെ ഉടമയും നീയും തമ്മിൽ എന്ത് ബന്ധം? കൃത്യമായി പറയ്, അല്ലെങ്കിൽ ഞാൻ നിന്നെ ലോക്കപ്പിലിടൂ എന്ന് പറയുന്നു. അപ്പോൾ അവൾ പറയുന്നു, ഞാനൊരു സൂപ്പർ മോഡലാണ്. വ്യത്യസ്തമായ വസ്ത്രങ്ങളെല്ലാം ധരിക്കാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിന്റെ ലോണ്ടറി ഷോപ്പിൽ ഞാൻ ഇപ്പോൾ ധരിച്ചിരിക്കുന്നതുപോലെയുള്ള വസ്ത്രങ്ങളെല്ലാം വരും. എനിക്ക് സൗജന്യമായി ധരിക്കാൻ തരും. ഉടൻ അവിടെയുണ്ടായിരുന്ന പോലീസുകാരൻ, നിന്നെ സൗജന്യമായി ധരിക്കാൻ വിടുകയാണെങ്കിൽ പകരം നീ എന്ത് കാശാണ് കൊടുക്കുന്നത്? കാശൊന്നും കൊടുക്കില്ല, എന്നെ തന്നെ നൽകും. അയ്യോ കഷ്ടം, ഇതും ഇടയ്ക്കുണ്ടായോ? നമ്മൾ വിചാരിച്ചതുപോലെ ആ ഉടമ ദുഷ്ടനാണ്. അതിനാൽ തീർച്ചയായും അവനെ പിന്തുടർന്ന് എന്തെങ്കിലും ഒരു തെളിവ് നമ്മൾ കണ്ടെത്തണം എന്ന് വാങ്ങും അദ്ദേഹത്തിന്റെ ടീമും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അവർ വിചാരിച്ചതുപോലെ ആ ഉടമ വളരെ മോശപ്പെട്ടവനാണ്. കാരണം ആ ഉടമ ഇപ്പോൾ ഊയിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. ഊയിനിത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവൾ മിണ്ടാതെ നിൽക്കുന്നു. ഭാഗ്യവശാൽ ആ സമയത്ത് നമ്മുടെ ഡിറ്റക്റ്റീവ് കടയിലേക്ക് വരുന്നു. അദ്ദേഹവും അത് കാണുന്നു. ഉടൻ ആ ഉടമ അവളെ വിടുന്നു. നേരെ ഡിറ്റക്റ്റീവിന്റെ അടുത്തേക്ക് വരുന്നു. നമ്മുടെ ഡിറ്റക്റ്റീവ് വീണ്ടും ഒരു വസ്ത്രം കഴുകാൻ കൊടുക്കാൻ വന്നതാണ്. കാരണം ഈ കാരണം ഉപയോഗിച്ച് മാത്രമേ അദ്ദേഹത്തിന് ഊയിനെ കാണാൻ കഴിയൂ. കൂടാതെ ആ ഉടമ എന്ത് ചെയ്തെന്നറിയില്ല, ഊയിന്റെ കൈകൾക്കെല്ലാം അടി കിട്ടിയിട്ടുണ്ട്. ഉടൻ മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഇതാ ഉടമ കണ്ടിട്ട് നമ്മുടെ ഡിറ്റക്റ്റീവിനോട് ഭയങ്കരമായി ദേഷ്യപ്പെടുന്നു. ആ സമയം സിഗരറ്റ് വലിച്ചുകൊണ്ട് ഒരാൾ ഉള്ളിൽ വന്ന്, ഇത് കഴുകി വേഗം താ, എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഡിറ്റക്റ്റീവ് അവന്റെ കരണത്തിലൊന്ന് കൊടുത്തു. എടാ, ഈ കടയിൽ മുഴുവൻ തുണികളാണുള്ളത്. എത്ര ധൈര്യത്തോടെയാണ് നീ സിഗരറ്റ് വലിക്കുന്നത്? ഞാൻ വലിച്ചാൽ നിനക്കെന്താ എന്ന് പറഞ്ഞവൻ വഴക്കിന് വരുന്നു. ഡിറ്റക്റ്റീവ് ആ ആളുടെ വസ്ത്രമെടുത്തെറിഞ്ഞ് റോഡിലൂടെ ഓടിച്ചുവിടുന്നു. അദ്ദേഹം വീണ്ടും കടയിലേക്ക് വരുന്നു. അവിടെ ചിരിക്കുന്നു. പിന്നെ ജോലി കഴിഞ്ഞ് നടന്നു പോകുന്നു. കൂടെ നമ്മുടെ ഡിറ്റക്റ്റീവും വരുന്നു.
പറയുന്നു, ദയവായി എന്നെ പിന്തുടരരുത്, ഇവിടെ നിന്ന് പോകൂ. ഉടൻ ഡിറ്റക്റ്റീവും, എനിക്കങ്ങനെ പോകാൻ കഴിയില്ല. നിനക്ക് വേണ്ടി ഞാൻ എത്ര കാര്യങ്ങളാണ് ചെയ്തത്. എനിക്കെന്താണ് വേണ്ടതെന്ന് നീ ചോദിക്കുന്നില്ലേ? നമുക്ക് നാളെ ഐസ് സ്കേറ്റിങ്ങിന് പോകാം എന്തു പറയുന്നു? ഇത് കേട്ടയുടൻ ശരി ഓക്കെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അവൾ പോയതിനു ശേഷം നമ്മുടെ ഡിറ്റക്റ്റീവിന്റെ സുഹൃത്തായ പോലീസ് ഓഫീസർ വാങ് അവിടെ വരുന്നു. എടാ, നീ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ പെൺകുട്ടിയെ വളയ്ക്കാൻ ശ്രമിക്കുകയാണോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ പെൺകുട്ടിയെ ആരെല്ലാം സ്നേഹിക്കാൻ ശ്രമിക്കുന്നുവോ അവരെയാണ് ആ കൊലയാളി കൊന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തത് നീയാണ് മരിക്കാൻ പോകുന്നത്. ഡിറ്റക്റ്റീവ് കൂളായി, ശരി ഓക്കെ. മരിച്ചവർക്ക് പൊതുവായുള്ള മറ്റൊരു ബന്ധമെന്താണ്? ഉടൻ വാങ് പറയുന്നു, അവർ രണ്ടുപേരും മരിക്കുന്നതിനു മുമ്പ് അവസാനമായി ഐസ് സ്കേറ്റിങ്ങിന് പോയി. നാളെ ഞാനും അവളോടൊപ്പം അവിടേക്കാണ് പോകാൻ പോകുന്നത്. ആ കൊലയാളി എന്നെ കൊല്ലാൻ വരും. ആ കൊലയാളിയെ ഞാൻ പിടിക്കാൻ പോകുന്നു. കഴിയുമെങ്കിൽ കൂടെ നിന്നെന്നെ സഹായിക്കൂ എന്ന് ഡിറ്റക്റ്റീവ് പറയുമ്പോൾ വാങ്, ഇതിനാണ് ഞാനും കാത്തിരുന്നത് എന്ന് പറഞ്ഞ അദ്ദേഹവും തയ്യാറാകുന്നു. അങ്ങനെ അടുത്ത ദിവസം ആ എന്ന പെൺകുട്ടിയോടൊപ്പം നമ്മുടെ ഡിറ്റക്റ്റീവ് ഐസ് സ്കേറ്റിങ്ങിന് പോകുന്നു. ഇവർക്കൊപ്പം നിരവധി പേർ സ്കേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പോലീസ് ഓഫീസർ വാങ്ങും അവിടെയുണ്ട്. ഒരുപക്ഷെ കൊലയാളിയും അവിടെ ഉണ്ടാകാമെന്ന് കരുതി എല്ലാവരെയും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്കേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ എന്ന പെൺകുട്ടി ആളനക്കമില്ലാത്ത സ്ഥലത്തേക്ക് സ്കേറ്റിംഗ് ചെയ്തുകൊണ്ടുപോകുന്നു. പിന്നാലെ പിന്തുടർന്ന് നമ്മുടെ ഡിറ്റക്റ്റീവും വരുന്നു. അപ്പോൾ ഡിറ്റക്റ്റീവിന് മനസ്സിലാകുന്നു, ഈ പെൺകുട്ടി ആളനക്കമില്ലാത്ത സ്ഥലത്തേക്ക് പോകുന്നു. കൊലയാളിയൊടിച്ച് നമ്മളെ കൊല്ലാൻ പോകുകയാണെന്ന് തോന്നുന്നു. ആ പെൺകുട്ടി അയാളെ പിടിച്ച്, ഇവിടെ നോക്കൂ, എനിക്ക് ഈ സ്ഥലം വളരെ വിരസമായി തോന്നുന്നു. വരൂ, നമുക്ക് സിനിമാ തിയേറ്ററിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ടാക്സിയിൽ ഇവർ രണ്ടുപേരും തിയേറ്ററിലേക്ക് പോകാൻ തുടങ്ങുന്നു. അങ്ങനെ അവർ പോകുന്നു. പിന്നാലെ ഒരു ട്രക്കിൽ ഒരാൾ പിന്തുടരുന്നു. അയാളാണ് കൊലയാളി. കാരണം അയാളുടെ കയ്യിൽ ഒരു ഐസ് സ്കേറ്റിംഗിന്റെ ഷൂ ഉണ്ട്. അങ്ങനെയെങ്കിൽ അവർ സ്കേറ്റിംഗ് ചെയ്ത സ്ഥലത്ത് കൊലയാളിയുമുണ്ടായിരുന്നു. ഇവർ ഒറ്റയ്ക്ക് വന്നത് കണ്ട് ഇയാളും ഇപ്പോൾ പിന്തുടരുകയാണ്. എന്നാൽ ഇയാളുടെ പിന്നാലെ നമ്മുടെ പോലീസ് ഓഫീസർ വാങ് പിന്തുടരുന്നു. ആ ട്രക്ക് ഓടിക്കുന്നവനെക്കുറിച്ച് അദ്ദേഹത്തിന് സംശയം തോന്നുന്നു. അങ്ങനെ ഡിറ്റക്റ്റീവും തിയേറ്ററിനുള്ളിൽ കയറി സിനിമ കാണാൻ തുടങ്ങുന്നു. തിയേറ്ററിന് പുറത്ത് ആ ട്രക്കിൽ നിന്നിറങ്ങി കൊലയാളി കാത്തുനിൽക്കുന്നു. ഇത് വാങ് കണ്ടിട്ട് ഇവൻ തന്നെയാണ് കൊലയാളി, അതിനാൽ ഇവനെ എങ്ങനെയെങ്കിലും പിടിക്കണം എന്ന് കരുതി തയ്യാറാകുന്നു. ആ കൊലയാളി ഒറ്റയ്ക്കൊരു സ്ഥലത്തേക്ക് പോകുന്നു. ഇതാണ് ശരിയായ സമയം എന്ന് കരുതി വാങ് പോയി ആ കൊലയാളിയെ പിടിക്കാൻ നോക്കുമ്പോൾ ആ കൊലയാളി ആ ഐസ് സ്കേറ്റിംഗ് ഷൂ ഉപയോഗിച്ച് വാങ്ങിനെ അടിച്ചു കൊല്ലുന്നു. പിന്നെ വാങ് ഓഫീസിലേക്ക് വരാത്തതുകൊണ്ട് അയാളെ കാണാനില്ലെന്നവർ മനസ്സിലാക്കുന്നു. എന്നാൽ ഡിറ്റക്റ്റീവിനറിയാം ആ കൊലയാളി വാങ്ങിനെ കൊന്നുവെന്ന്. അങ്ങനെ ഡിറ്റക്റ്റീവ് വളരെ വിഷമത്തോടെ വാങ്ങിന്റെ കാറിൽ തന്നെ ഇരിക്കുന്നു. വാങ്ങിന്റെ കാർ ഇയാൾ എങ്ങനെയാണ് കണ്ടെത്തിയതെന്ന് വെച്ചാൽ, ആ കൊലയാളി എങ്ങനെയാണ് നമ്മളെ പിന്തുടർന്നത് അതുപോലെ വാങ്ങും പിന്തുടർന്നു വന്നിട്ടുണ്ടാകും. കൊലയാളി വാങ്ങിനെ കൊന്നു. അതിനാൽ നമ്മൾ എവിടെയെല്ലാം പോയിരുന്നുവോ ആ സ്ഥലങ്ങളിലെല്ലാം വാങ്ങിന്റെ കാർ ഉണ്ടോ എന്ന് തിരയുമ്പോൾ തിയേറ്ററിന് പുറത്ത് വാങ്ങിന്റെ കാറുണ്ട്. ആ കാറിനുള്ളിൽ ഇരുന്നുകൊണ്ട് ഡിറ്റക്റ്റീവ് വളരെ ദുഃഖിതനാകുന്നു. കാരണം നമ്മൾ കാരണം ഇതിനോടകം രണ്ടുപേർ മരിച്ചുപോയി. ഇപ്പോൾ തന്റെ സുഹൃത്തും മരിച്ചുപോയല്ലോ എന്ന് വളരെ സങ്കടത്തിലിരിക്കുന്നു. അപ്പോഴാണ് ഡിറ്റക്റ്റീവ് വാങ്ങിന്റെ കാറിൽ ഒരു കടലാസ് കാണുന്നത്. അതൊരു ബസിന്റെ നമ്പറാണ്. ഇതെന്തിനാണ് വാങ് തന്റെ കാറിൽ വച്ചിരുന്നത് എന്ന് സംശയം തോന്നി നമ്മുടെ ഡിറ്റക്റ്റീവ് അതേ ബസ്സിൽ യാത്ര ചെയ്യാൻ തുടങ്ങുന്നു. ഒരുപക്ഷേ ആ കൊലയാളിയും ആ ബസ്സിനുള്ളിൽ ഉണ്ടാകാമെന്ന് കരുതി അവിടെയുള്ള എല്ലാവരുടെയും മുഖം ഡിറ്റക്റ്റീവ് നോക്കുന്നു. എന്നാൽ ആരെയാണ് സംശയിക്കേണ്ടതെന്ന് അദ്ദേഹത്തിന് ഒരു ധാരണയുമില്ല. എന്നാൽ ഒരു കാര്യം ഡിറ്റക്റ്റീവിനറിയാം, തീർച്ചയായും ആ കൊലയാളി നമ്മളെ കണ്ടിട്ടുണ്ടാകും. നമ്മൾ അവനെ തേടി പോകേണ്ടതില്ല. അവൻ നമ്മളെ തേടി വരുമെന്ന് കരുതി ബസ്സിൽ നിന്നിറങ്ങി ഒരു റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ കൊലയാളി തന്നെ തേടി വരുമെന്ന് കാത്തിരിക്കുന്നു. മുന്നിൽ നിരവധി പേർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഒരാളുടെ കസേരയ്ക്ക് പിന്നിൽ ആ ഐസ് സ്കേറ്റിംഗിന്റെ ഷൂ തൂക്കിയിട്ടിരിക്കുന്നു. അപ്പോൾ ഡിറ്റക്റ്റീവിന് മനസ്സിലാകുന്നു, ഇവനാണ് കൊലയാളിയെന്ന്. എന്നാൽ ഉറപ്പാക്കണമെന്ന് കരുതി ആ ആളുടെ വസ്ത്രധാരണമെല്ലാം നന്നായി നോക്കി നേരെ ഒരു പബ്ബിലേക്ക് പോകുന്നു. അവിടെ വെറുതെ അരികിൽ നിന്നുകൊണ്ടിരുന്ന ഒരു സ്ത്രീയോട്, വരൂ നമുക്ക് ഡാൻസ് ചെയ്യാമെന്ന് പറഞ്ഞ് ഡാൻസ് ചെയ്യാൻ തുടങ്ങുന്നു. പിന്നാലെ ആ കൊലയാളിയും വരുന്നു. എല്ലാവരും ഡാൻസ് ചെയ്യുന്നു. കൂടാതെ ഡിറ്റക്റ്റീവ് ഒരു തൂണിന് പിന്നിൽ നിൽക്കുകയാണ്. ഒരുപക്ഷെ അവൻ രക്ഷപ്പെട്ടുപോയെന്ന് തോന്നുന്നു എന്ന് കരുതി ആ കൊലയാളിയും അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഇതാണ് ഡിറ്റക്റ്റീവിനും വേണ്ടത്. ഇപ്പോൾ ആ കൊലയാളിയെ ഡിറ്റക്റ്റീവ് പിന്തുടരാൻ തുടങ്ങുന്നു. ആ കൊലയാളി ഇപ്പോൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഫാക്ടറികളിലെല്ലാം ഒരുപാട് ഐസ് കട്ടകൾ ആവശ്യമാണല്ലോ. ആ ഐസ് കട്ടകൾ ഡെലിവറി ചെയ്യുന്ന ജോലിയാണ് അയാൾ ചെയ്യുന്നത്. അങ്ങനെ ഐസ് കട്ടകൾ ഡെലിവറി ചെയ്യുമ്പോൾ ട്രക്കിനുള്ളിൽ ഒരു കെട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ആ കൊലയാളി ആ കെട്ടെടുത്ത് ആളനക്കമില്ലാത്ത ഒരു പാലം പോലെ ഒന്നുണ്ട്. അതിന്റെ അടിയിൽ റെയിൽവേ ട്രാക്കുണ്ട്. ട്രെയിനുകൾ പോകുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അവിടെ പോയി നിൽക്കുന്നു. അയാളെ പിന്തുടർന്ന് നമ്മുടെ ഡിറ്റക്റ്റീവും വരുന്നു. അങ്ങനെ ആ കൊലയാളി എന്തു ചെയ്യാനാണ് പോകുന്നത് എന്നോർത്ത് ഇയാൾ കാത്തിരുന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് ഒരു ട്രെയിൻ വരുന്നു. ആ ട്രെയിൻ മുഴുവൻ കൽക്കരിയാണ്. ഇപ്പോൾ ആ കൊലയാളി ആ കെട്ടഴിക്കുമ്പോൾ ഉള്ളിൽ ചെറിയ ചെറിയ കെട്ടുകളായി ഒരുപാടുണ്ട്. അതെല്ലാം ട്രെയിനിന്റെ ഓരോ കമ്പാർട്ട്മെന്റിലും ഓരോന്നായി ഇട്ടുകൊടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം വാങ്ങിന്റേതാണ്. വാങ്ങിനെ കഷ്ണങ്ങളാക്കി മുറിച്ച് അദ്ദേഹത്തിന്റെ കൈകാലുകളെല്ലാം പാഴ്സൽ ചെയ്ത് അത് ഓരോ കമ്പാർട്ട്മെന്റിലും ഇടുന്നു.
അങ്ങനെ ഈ ട്രെയിനിലുള്ള കൽക്കരിയെല്ലാം ഓരോ കമ്പാർട്ട്മെന്റിൽ നിന്നും ഓരോ ട്രക്കുകളായി വന്ന് അവ ഫാക്ടറികളിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ടാണ് പല ഫാക്ടറികളിൽ നിന്നും പല ശരീരഭാഗങ്ങൾ കിട്ടിയത്. അങ്ങനെ ഇത് കാണുന്ന ഡിറ്റക്റ്റീവ് ഉറപ്പിക്കുന്നു, ഇവനാണ് കൊലയാളിയെന്ന്. കൂടാതെ ആ കൊലയാളിയുടെ മുഖം ഡിറ്റക്റ്റീവ് വ്യക്തമായി കണ്ടതിന് ശേഷമാണ് അദ്ദേഹത്തിനൊരു വലിയ സത്യം മനസ്സിലാകുന്നത്. എന്നാൽ അതെന്താണെന്ന് നമുക്ക് കുറച്ചു കഴിഞ്ഞ് മാത്രമേ അറിയാൻ കഴിയും. അങ്ങനെ ആ കൊലയാളിയെ കണ്ടെത്തിയെന്ന് കരുതി നമ്മുടെ ഡിറ്റക്റ്റീവ് വലിയ ഓഫീസർമാരോടെല്ലാം സംസാരിച്ച് ആ എന്ന സ്ത്രീയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. അതും ഒരു കാറിൽ വെച്ച് തന്നെയാണ്. എന്നാൽ അവർ ഓഫീസർമാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയുന്നില്ല. ഞാൻ ഉത്തരം പറയണമെങ്കിൽ ഡിറ്റക്റ്റീവിനോട് മാത്രമേ പറയൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിറ്റക്റ്റീവ് ഉള്ളിൽ വന്ന് ഊവിനോട് നടന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു. ഇവിടെ നോക്കൂ, 5 വർഷം മുമ്പ് നിന്റെ ഭർത്താവ് മരിച്ചുപോയി. പിന്നെ 3 വർഷം മുമ്പ് നിന്നെ സ്നേഹിക്കാൻ ശ്രമിച്ച ഒരാൾ മരിച്ചുപോയി. 1 മാസം മുമ്പ് അതുപോലെ നിന്നെ സ്നേഹിക്കാൻ ശ്രമിച്ചവൻ മരിച്ചു. ഇപ്പോൾ എന്റെ സുഹൃത്ത് പോലീസ് ഓഫീസർ വാങ്, അവനും മരിച്ചുപോയി. ഇവരെ 4 പേരെയും കൊന്ന ആ കൊലയാളി ആരാണെന്ന് ഞാൻ കണ്ടെത്തി. അതാരാണെന്ന് നിനക്കും അറിയാം എന്നൊരു വലിയ ട്വിസ്റ്റ് ഇവിടെ പൊട്ടിക്കുന്നു. ആ കൊലയാളി ആരാണെന്ന് വെച്ചാൽ നിന്റെ ഭർത്താവ് ലിയാങ് ആണെന്ന് പറയുന്നു. എന്ത്? ലിയാങ്ങോ? അവനല്ലേ 5 വർഷം മുമ്പേ മരിച്ചുപോയത് എന്ന് നമ്മൾ ചോദിച്ചാൽ അതിനുള്ള കാരണവും ഡിറ്റക്റ്റീവ് വ്യക്തമായി പറയുന്നു. 5 വർഷം മുമ്പ് കൽക്കരി ഫാക്ടറിയിൽ ഒരു കൈ കടന്നിരുന്നു, മറ്റൊരു ഫാക്ടറിയിൽ കാല് കടന്നിരുന്നു. അതാരാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അപ്പോഴാണ് ഒരു കീറിപ്പറഞ്ഞ രക്തം പുരണ്ട വസ്ത്രവും ഒരു ID കാർഡും ലഭിച്ചത്. ആ ID കാർഡ് നിന്റെ ഭർത്താവ് ലിയാങ്ങിൻ്റേതാണ്. അതിനാൽ ഞങ്ങൾ ലിയാങ് മരിച്ചുപോയെന്ന് കരുതി. എന്നാൽ ലിയാങ് മരിച്ചില്ല, അവിടെ മരിച്ചത് മറ്റാരോ ആണ്. എന്നാൽ ലിയാങ് മരിച്ചുപോയതുപോലെ അവന്റെ വസ്ത്രങ്ങളും ID കാർഡുമെല്ലാം അവിടെ ഇട്ടിട്ട് പോയി. അതിനാൽ ഇപ്പോൾ ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ലിയാങ് മരിച്ചതായി കണക്കാക്കപ്പെടുന്നു. അതിനുശേഷം നിന്നെ ആരെങ്കിലും സ്നേഹിക്കാൻ വന്നാൽ ലിയാങ് നിന്റെ ഭർത്താവല്ലേ? അവൻ ജീവനോടെ ഇല്ലേ? ഭർത്താവിന് ദേഷ്യം വരില്ലേ? അതുകൊണ്ടാണ് നിന്നെ ആരെല്ലാം സ്നേഹിക്കാൻ ശ്രമിക്കുന്നുവോ അവരെ തേടി അതേ പാറ്റേണിൽ കൊല്ലുന്നത്. ഇതൊക്കെ കൂടാതെ ഞാൻ എന്തുകൊണ്ടാണ് ഇത് നിന്റെ ഭർത്താവാണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ അവനെ നേരിൽ കണ്ടു എന്ന് ഊവിനോട് പറയുന്നു. ഊവിന്റെ കൈകാലുകൾ നിറയ്ക്കാൻ തുടങ്ങുന്നു. എന്തു ചെയ്യണമെന്നറിയുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കൂ. നിന്റെ ഭർത്താവിനെ പിടിക്കാൻ നീ സഹായിക്കൂ, ഇല്ലെങ്കിൽ അവനെ പട്ടിയെ വെടിവെച്ചു കൊല്ലുന്നത് പോലെ വെടിവെച്ച് കൊല്ലുമെന്ന് പറയുന്നു. പാവം ആ ഊവിനും അവളുടെ ഭർത്താവിനെ ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് പോലീസിനെ സഹായിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ലിയാങ് പുറത്തു വരണമെങ്കിൽ അവന്റെ ഭാര്യ വിളിച്ചാൽ മാത്രമേ വരൂ. അതുപോലെ ഊവും ലിയാങ്ങിനെ വിളിക്കുന്നു. ലിയാങ്ങും വന്ന് കാണുന്നു. അങ്ങനെ പോലീസ് ആ സ്ഥലം വളയുന്നു. ലിയാങ്ങും ഇത് മനസ്സിലാക്കി തന്റെ ഭാര്യയെ നോക്കുന്നു. ഊവും ഐ എം സോറി എന്ന് പറയുന്നു. ലിയാങ് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് കരുതി ഓടുന്നു. പോലീസും അവനെ പിടിക്കാൻ ശ്രമിക്കുന്നു. കഴിയുന്നില്ല. വേറെ വഴിയില്ലാത്തതുകൊണ്ട് ലിയാങ്ങിനെ വെടിവെച്ച് കൊല്ലുന്നു. അങ്ങനെ ഇപ്പോൾ യഥാർത്ഥ ലിയാങ്ങിന്റെ ചിതാഭസ്മം അവന്റെ ഭാര്യ ഊവിന് തന്നെ കൊടുക്കുന്നു. അവളും അത് വാങ്ങി അവിടെ നിന്ന് പോകുന്നു. എങ്ങനെയോ ഈ കേസ് ഡിറ്റക്റ്റീവ് അവസാനിപ്പിച്ചു. എന്നിരുന്നാലും അദ്ദേഹത്തിനൊരു വലിയ ചോദ്യമുണ്ട്. ആ ലിയാങ് ആദ്യമായി ഒരാളെ കൊന്നല്ലോ, അതാരാണ്? എന്തിനാണ് ലിയാങ് കൊന്നത് എന്ന കാര്യം അവസാനം വരെ അറിഞ്ഞില്ല. ഒരുപക്ഷേ ലിയാങ്ങിന്റെ ഭാര്യ ഊവിനെ അറിയാമെന്ന് കരുതി ഊവിനെ കാണാൻ പോകുന്നു. എന്നാൽ അവർ വളരെ ദേഷ്യത്തിലാണ്. എന്റെ ഭർത്താവിനെ ജീവനോടെ പിടിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞു. അദ്ദേഹം ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ തിരിച്ചുവരുമെന്നൊരു ചിന്തയിലെങ്കിലും ഞാൻ ജീവിച്ചിരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹം മരിച്ചുപോയി എന്ന് പറഞ്ഞ് വളരെ സങ്കടപ്പെടുന്നു. നമ്മുടെ ഡിറ്റക്റ്റീവ് ഊവിനെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ അവർ ആ ലോണ്ടറി ഷോപ്പിലേക്ക് വരുന്നു. അവിടെ ഇതിനോടകം ചില പോലീസുകാർ വന്നിട്ടുണ്ട്. കാരണം ആദ്യമായി ഒരാൾ മരിച്ചുവല്ലോ, അദ്ദേഹത്തിന്റെ ചിതാഭസ്മം കൊടുത്തിട്ടുണ്ടാകും. ആ ചിതാഭസ്മം നിങ്ങളുടെ കയ്യിലുണ്ടോ? അതാരാണെന്ന് ഞങ്ങൾ കണ്ടെത്തണമെന്ന് ഊവിനോട് ചോദിക്കുമ്പോൾ ഇല്ല, ഞാനത് കടലിലൊഴുക്കി എന്നവർ പറയുന്നു. ശരി, ഓക്കെ മാഡം, ഇനിയും ചില ചോദ്യങ്ങളുണ്ട്, വന്ന് അതിനുത്തരം നൽകി പോകുക എന്ന് പറയുമ്പോൾ പോകുന്നു. നമ്മുടെ ഡിറ്റക്റ്റീവ് കടയിലേക്ക് പോയി ആ ഉടമയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുതെ ആ ഉടമ പുറത്തുള്ള ആ മരത്തിന്റെ ചില്ല വെട്ടണം, അത് കടയെ തടസ്സപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞുടൻ ഡിറ്റക്റ്റീവിനൊരു വലിയ കാര്യം മനസ്സിലാകുന്നു. ആദ്യമായി ലിയാങ്ങിന്റെ ചിതാഭസ്മം എന്ന് പറഞ്ഞ് ഊവിന് ചിതാഭസ്മം കൊടുക്കുമല്ലോ, അവർ അത് ആ മരത്തിന്റെ ചുവട്ടിലാണ് കുഴിച്ചിടുന്നത്. എന്നാൽ ഇപ്പോൾ ഓഫീസർമാർ ചോദിക്കുമ്പോൾ അത് കടലിലൊഴുക്കി എന്ന് കള്ളം പറയുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോഴും എന്തോ ഒരു കാര്യത്തെ ആ ഒളിപ്പിക്കുന്നുണ്ടെന്നും അത് കണ്ടെത്തണമെന്നും അയാൾ ചിന്തിക്കുന്നു. ആ കടയിൽ ഒരുപാട് പഴകിയൊരു കോട്ടുണ്ട്. ഇതെന്താ പുതിയ കോട്ട്? ആര് തന്നതാണ്? ഇത് 5 വർഷമായി ഇവിടെ തന്നെയുണ്ട്. ആരെങ്കിലും വാങ്ങുമെന്ന് കരുതി ഞാൻ നോക്കുന്നു, ആരും വാങ്ങുന്നില്ല. അതാ ഞാൻ പറഞ്ഞല്ലോ, ഒരു വസ്ത്രം കേടുപെടുത്തി. ഇതൊരു വലിയ പണക്കാരൻ്റേതായിരുന്നു. ആള് തിരികെ വാങ്ങിക്കൊണ്ടുപോയില്ല. അതാണ് ഇത് വിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ശരി, ഓക്കെ, ഇത് കുറഞ്ഞ വിലയ്ക്ക് തന്നാൽ ഞാൻ വാങ്ങിക്കാമെന്ന് ഡിറ്റക്റ്റീവ് പറയുമ്പോൾ എനിക്ക് കാശ് കിട്ടിയാൽ ഓക്കെയാണ് എന്ന് പറഞ്ഞ് കാശ് വാങ്ങി ആ വസ്ത്രം നമ്മുടെ ഡിറ്റക്റ്റീവിനെ അയാൾ വിൽക്കുന്നു.
നോക്കുമ്പോൾ ആ വസ്ത്രത്തിനുള്ളിൽ ഒരു വിസിറ്റിംഗ് കാർഡുണ്ട്. ഉടൻ ആ അഡ്രസ്സിലേക്ക് ഡിറ്റക്റ്റീവ് പോകുമ്പോൾ അവിടെയുള്ളതൊരു വലിയ പണക്കാരനാണ്. അങ്ങനെ ഈ കോട്ട് നിങ്ങളുടേതാണോ എന്ന് ചോദിക്കുമ്പോൾ ഇത് എൻ്റെ കോട്ടൊന്നുമല്ല, എന്നാൽ ഈ കോട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹവും ഒരു വലിയ പണക്കാരനാണ്. എന്നാൽ അദ്ദേഹത്തെ കണ്ടിട്ട് വളരെ വർഷങ്ങളായി. അദ്ദേഹത്തിന് വിസിറ്റിംഗ് കാർഡ് കൊടുത്തിരുന്നു, ഇപ്പോഴും സൂക്ഷിക്കുകയാണോ? ഉടൻ ഡിറ്റക്റ്റീവ്, യഥാർത്ഥത്തിൽ അദ്ദേഹം ആരാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ പറയൂ, ഈ കോട്ട് വെച്ചിരുന്നത് ആരാണ്? എനിക്ക് അദ്ദേഹത്തെ ഉടൻ കാണണം എന്ന് പറയുന്നു. അപ്പോഴും ഇദ്ദേഹം ആ പണക്കാരൻ്റെ അഡ്രസ് പറയുന്നു. നേരെ ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു സ്ത്രീയാണുള്ളത്. അങ്ങനെ അവരുടെ അടുത്ത് പോയി ഈ വസ്ത്രം കൊടുക്കുന്നു. ഡിറ്റക്റ്റീവ് ആ സ്ത്രീ ആ വസ്ത്രം കണ്ടിട്ട്, ഇത് അദ്ദേഹത്തിൻ്റേതാണ്, എൻ്റെ ഭർത്താവിൻ്റേതാണ്. ആളെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. ഇല്ല മാഡം. എന്തായി? അങ്ങനെ അദ്ദേഹം എന്തു ചെയ്തു? ആളൊരു ചെറിയ പെൺകുട്ടിയെ വളച്ചു കൊണ്ടുഓടിപ്പോയി. എവിടെയാണെന്നറിയില്ല. 5 വർഷമായി. അങ്ങനെ എന്നെ വിട്ടോടിപ്പോകാൻ. എൻ്റെ അടുത്ത് അങ്ങനെയൊന്നുമില്ലേ? എനിക്കറിവില്ലേ? സൗന്ദര്യമില്ലേ? ശരീരമില്ലേ? എന്നൊക്കെ ബാത്ത് ടബിലിരുന്നു കൊണ്ട് ആ സ്ത്രീ കരയുകയാണ്. അങ്ങനെ ഡിറ്റക്റ്റീവ് ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. ആ വസ്ത്രം വാങ്ങി നേരെ തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളോട് നടന്ന കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ അവരും ലിയാങ്ങിൻ്റെ ഭാര്യയായ ഊവിൻ്റെ അടുത്ത് വന്ന് ആ വസ്ത്രം കാണിച്ച്, ഈ വസ്ത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇതൊരു വലിയ പണക്കാരൻ്റേതായിരുന്നു. നിങ്ങൾക്കും അദ്ദേഹത്തിനും 5 വർഷം മുമ്പ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സത്യം പറയൂ, ലിയാങ് അതിനുവേണ്ടിയായിരുന്നില്ലേ ഈ പണക്കാരനെ കൊന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ ഊവും കരഞ്ഞുകൊണ്ടൊരു കാര്യം പറയുന്നു. വീണ്ടും ഒരു ട്വിസ്റ്റ്. ആ പണക്കാരൻ വസ്ത്രം ഞങ്ങളുടെ ലോണ്ടറി ഷോപ്പിൽ കൊണ്ടുവന്നു തന്നു. പക്ഷെ ഒരു തെറ്റുപറ്റി. ആ വസ്ത്രം ഞാൻ കേടുപെടുത്തി. ആ വസ്ത്രത്തിൻ്റെ വില വളരെ കൂടുതലായിരുന്നു. കാശ് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അത്രയും കാശ് എങ്ങനെ കൊടുക്കാൻ കഴിയും? അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ വളരെ ഭയന്നു പോയിരുന്നു. ആ പണക്കാരൻ എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അവസാനം എന്നെ ഉപദ്രവിക്കാനും ശ്രമിച്ചു. അങ്ങനെ ദേഷ്യം സഹിക്കാനാവാതെ ഞാൻ തന്നെയാണ് ആ പണക്കാരനെ കൊന്നത് എന്ന് ട്വിസ്റ്റ് ഇവിടെ പറയുന്നു. അങ്ങനെയെങ്കിൽ ലിയാങ് ആ കൊലപാതകം ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ലിയാങ്ങിനിതിലൊരു ബന്ധവുമില്ല. ഞാൻ ആ പണക്കാരനെ എൻ്റെ കൈകൊണ്ട് കൊന്നു. ഭയത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ലിയാങ്ങിനോട് പറഞ്ഞു. ഞാൻ ചെയ്ത കൊലപാതകം മറയ്ക്കാൻ ലിയാങ് ആണ് ആളെ കഷ്ണങ്ങളാക്കി ഫാക്ടറിയിലേക്ക് അയച്ചത്. എന്തായാലും പോലീസ് അന്വേഷിച്ച് എൻ്റെ അടുത്തേക്ക് എത്തുമെന്ന് മനസ്സിലാക്കിയ ലിയാങ് മരിച്ചത് ആ പണക്കാരനാണ്. എന്നാൽ താൻ മരിച്ചതുപോലെ വസ്ത്രങ്ങളും ID കാർഡുമെല്ലാം ഇട്ടുപോയി. അങ്ങനെ ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. മരിച്ചത് ആ പണക്കാരനാണ്. ആ പണക്കാരൻ്റെ ചിതാഭസ്മമാണ് നിങ്ങൾ എനിക്ക് തന്നത്. അതവൻ്റെ ചിതാഭസ്മമായതുകൊണ്ടാണ് ഞാൻ ആ മരത്തിൻ്റെ ചുവട്ടിൽ കുഴിച്ചിടത്. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണെന്നറിഞ്ഞപ്പോൾ ഒരുപാട് പേർ എന്നോട് തെറ്റായി സംസാരിക്കാൻ ശ്രമിച്ചു. അവരെ എല്ലാവരെയും എൻ്റെ ഭർത്താവ് ലിയാങ് ആണ് കൊന്നത്. അതിനുശേഷം ചെയ്ത കൊലപാതകങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റേതാണ്. എന്നാൽ ആദ്യമായി ചെയ്തത് ഞാനാണ്. ഞാനും ഒരു കുറ്റവാളിയാണെന്ന് പറഞ്ഞു ഊ കരയുന്നു. അങ്ങനെ നടന്ന എല്ലാ കാര്യങ്ങളും അവർ സമ്മതിക്കുന്നു. പോലീസ് ഊവിനെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരുവിധത്തിൽ നമ്മുടെ ഡിറ്റക്റ്റീവ് തന്റെ തല പുകഞ്ഞ ആ കേസ് തെളിയിച്ച് ഇപ്പോൾ സന്തോഷത്തോടെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ആ പണക്കാരനെ കൊന്നത് എന്ന് ഡെമോ എല്ലാം കാണിക്കാൻ പറയുന്നു. അവൾ അതുപോലെ കാണിക്കുന്നു. അതെല്ലാം വീഡിയോ എടുക്കുന്നു. അതിനുശേഷം ഊവിനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ചില കുട്ടികൾ പടക്കം കത്തിക്കുന്നു. അത് കണ്ട് സന്തോഷത്തോടെ ചിരിക്കുന്നു. അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. പൊട്ടുന്ന പടക്കങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇത്രയും നാൾ ഒരാളെ കൊന്നു എന്ന ഒരു കുറ്റബോധത്തിലായിരുന്നു അവർ. ഇപ്പോൾ ഈ പടക്കങ്ങളെല്ലാം എങ്ങനെയാണോ പൊട്ടിത്തെറിക്കുന്നത്, അതുപോലെ അവരുടെ മനസ്സിലുള്ള കുറ്റബോധമെല്ലാം പൊട്ടിത്തെറിക്കുന്നതുപോലെയാണ്. അറസ്റ്റിലായെങ്കിലും അവളുടെ മനസ്സിപ്പോൾ സ്വതന്ത്രമായി എന്ന സന്തോഷത്തോടെ അവർ ജയിലിലേക്ക് പോകുന്നു. ഈ സ്ഥലത്ത് വെച്ച് ഈ സിനിമ അവസാനിക്കുകയാണ്. കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. കൂടുതൽ കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. ലോട്ട്സ് ഓഫ് ലവ് ഗൈസ്. ബൈ.